ഉള്ളിൽ എത്ര ഭയമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാത്ത ചില ആളുകളുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും നേരിടാൻ കഴിവില്ലാത്തവരൊക്കെയാണ് അവർ. എന്നിരുന്നാലും അവർ അതൊന്നും പുറത്ത് കാണിക്കില്ല. ഇങ്ങനെയുള്ള ചില ആളുകളെ കണ്ടാൽ, അല്ലെങ്കിൽ അവരോട് കൂടുതൽ നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ ഭയമെന്ന വാക്ക് അവർ കേട്ടിട്ട് പോലുമില്ല എന്ന് തോന്നിപ്പോകും. എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല. ഭയം അവർ സമ്മതിക്കും. ഭയം നമ്മെ പിടികൂടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധിവരെ ഭയം നല്ലതാണ്. ചിലർക്ക് ദൈവത്തെ പോലും ഭയമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തുന്ന പോലുമുണ്ട്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിലാണ് ഇങ്ങനെ ഒരാളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമുക്ക് ഭയമുണ്ടായാൽ അത് മൂടി വെക്കണോ പുറത്ത് കാണിക്കണോ? അതാണ് തുടർന്നുള്ള ചിന്ത. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി 56-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കട്ടെ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. തുടർമാനമായി കലഹങ്ങൾ നടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. മിക്കവാറും എന്തെങ്കിലും ലഹളയുടെയും ഒക്കെ വാർത്തകളാണ് അവിടെ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു യുവതി ബസ് കാത്തു നിൽക്കുകയായിരുന്നു. അവിടെ ആ ഇടയ്ക്ക് ജോലിക്കെത്തിയ ഒരു ചെറുപ്പക്കാരൻ ആ സ്ഥലത്തെ പറ്റിയുള്ള ഇത്തരം വാർത്തകളൊക്കെ കേട്ട് ഭയത്തോടുകൂടിയാണ് ഈ ചെറുപ്പക്കാരൻ ബസ് കാത്തു നിൽക്കുന്ന ആ ഇടത്തെത്തിയത്. ഭയമുണ്ടെന്ന് പുറത്ത് കാണിക്കുന്നത് ഒരു ചെറിയൊരു മടി. അതുകൊണ്ട് ആ യുവതിയുടെ അടുക്കൽ ഈ ചെറുപ്പക്കാരൻ ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, സഹോദരിക്ക് ഭയമുണ്ടെങ്കിൽ ഞാൻ കൂടി അടുത്ത് നിൽക്കാം, ബസ് വരുന്നത് വരെ ഒരു കൂട്ടാകുമല്ലോ. യുവതി അല്പം ശബ്ദമുയർത്തി തന്നെ പറഞ്ഞു, എനിക്ക് യാതൊരു ഭയവുമില്ല, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയും വേണ്ട. ഉടൻ തന്നെ അയാൾ ഇങ്ങനെ സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ദേശത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ഞാൻ അല്പം ഭയത്തിലാണ്. പുതിയതായിട്ട് ഇവിടെ ജോലിക്കെത്തിയ ആളാണ്. എനിക്ക് ഇവിടെ തനിയെ നിൽക്കാൻ ഭയമാണ്. സഹോദരിക്ക് പ്രയാസമില്ലെങ്കിൽ എൻ്റെ ബസ് വരുന്നത് വരെ എന്നെ ഒന്ന് സഹായിക്കുമോ? സത്യത്തിൽ ഇതൊരു നല്ല കാര്യമാണ്. ഭയമില്ല എന്ന് അഭിനയിച്ചുവെങ്കിൽ പോലും സാഹചര്യം വന്നപ്പോൾ താൻ ഭയത്തിലാണെന്ന് സമ്മതിക്കുന്നു. ഇങ്ങനെയുള്ള പരമാർത്ഥതയാണ് ക്രിസ്ത്യാനികൾക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പലതും സമ്മതിക്കാറില്ല. ജയിക്കാൻ നോക്കുകയാണ് എവിടെയും. അത് അല്പം മോശമായ സ്വഭാവമാണെന്ന എൻ്റെ അഭിപ്രായം. ജയിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ജയിക്കണം, പക്ഷെ അഭിനയിച്ച് ജയിക്കരുത്, കള്ളം പറഞ്ഞ് ജയിക്കരുത്, കുരുട്ടുബുദ്ധി കാണിച്ച് ജയിക്കരുത്. നമ്മുടെ പല ആളുകൾക്കും ചെറിയ ഒരു പനി വന്നാൽ മതി, അവരെ പിടികൂടി ആകെപ്പാടെ പ്രശ്നത്തിലാകും അവർ. ഈ പനി ഇനിയും കൂടിയിട്ട് ഒടുവിൽ ന്യൂമോണിയ ആകുമോ? ന്യൂമോണിയ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാൽ മരിച്ചു പോകുമോ? ഇങ്ങനെ പനി വന്ന ഇന്നാരൊക്കെ ഇന്ന നിലകളിൽ മരിച്ചതായിട്ട് കേട്ടിട്ടുണ്ടല്ലോ. തുടങ്ങി അനവധി അനാവശ്യ ചിന്തകൾ ഇവരുടെ ഹൃദയത്തിൽ ഓടിയെത്തും. ചില ആളുകൾക്ക് കുറഞ്ഞ രോഗങ്ങളെക്കുറിച്ചൊന്നുമുള്ള ചിന്തയല്ല, ക്യാൻസർ മുതലായ വലിയ കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. ചിലർക്ക് യാതൊരു കുഴപ്പമില്ലെങ്കിലും ഏതോ വലിയ മാരക രോഗം അവരെ പിടിപെട്ടു എന്ന ചിന്തയിലാണ് അവരുടെ നടപ്പും പെരുമാറ്റവും സംസാരവുമൊക്കെ. രോഗം ആർക്കും വരാം, ഏതു നേരത്തും ഏത് രോഗവും ആരെയും പിടികൂടാം എന്ന് വെച്ച് അങ്ങനെയൊന്നും ഉണ്ടാകുമെന്നോർത്ത് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? അനാവശ്യ ഭയങ്ങൾ ഒഴിവാക്കണം. അത് നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ അവസരം കൊടുക്കരുത്. എന്നാൽ ഭയമുള്ള കാര്യം നാം സമ്മതിക്കുകയും വേണം. ഭയത്തെ കീഴടക്കാൻ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഭയമുണ്ട് എന്നത് സമ്മതിക്കണം, അംഗീകരിക്കണം. അപ്പോസ്തലനായ പൗലോസ് പോലും സമ്മതിക്കുന്നുണ്ട് തനിക്ക് ഭയമുണ്ടെന്ന്. താൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടി നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. തൻ്റെ ശുശ്രൂഷയിൽ സ്ഥാപിക്കപ്പെട്ട സഭയിലാണ് താൻ ഭയത്തോടുകൂടി ഇരുന്നു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ മറ്റു പല കാര്യങ്ങളും എടുത്തു പറയാതിരിക്കുന്നതല്ലേ നല്ലത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൗലോസിന് ഭയമുണ്ട്, അത് താൻ സമ്മതിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ദൈവം തന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ നമ്മെയും ഉപയോഗിക്കില്ലേ? തീർച്ചയായിട്ടും ഉപയോഗിക്കും. തുടർന്ന് 5-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും ദർശനത്താൽ അത്രയായിരുന്നത്. അപ്പോസ്തലൻ ഭയം അനുഭവിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നവനും കൂടി ആയിരുന്നു. ഭയമുണ്ട് എന്നൊരാൾ സമ്മതിക്കുമ്പോൾ സത്യത്തിൽ അവർ മനുഷ്യരാണ് എന്ന് സമ്മതിക്കുക ചെയ്യുന്നത്. മനുഷ്യരായാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാൽ ഭയമുണ്ടെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാൻ തീരുമാനിക്കുമ്പോൾ
നമ്മൾ വാസ്തവത്തിൽ ഭയത്തെ കീഴടക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വായിച്ച കുറുവാക്യത്തിൽ സങ്കീർത്തനക്കാരന് ദാവീദ് പറയുന്നത്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ യഹോവയിൽ ആശ്രയിക്കും, ദൈവത്തിൽ ആശ്രയിക്കും എന്ന് താൻ പറയുന്നത്. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും. ദൈവത്തിൽ ആശ്രയിക്കുകയും വചനത്തിൽ പുകഴുകയും ചെയ്യുമ്പോൾ തുടർന്ന് ഇങ്ങനെയാണ് ദാവീദ് പറയുന്നത്, ഞാൻ ഭയപ്പെടുകയില്ല. ഭയപ്പെടുത്തുന്ന ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ഭയത്തെ കീഴടക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. ജീവിതത്തിൽ ഏത് നിലയിലുള്ള ഭയം ഞങ്ങളെ കീഴടക്കുമ്പോഴും അങ്ങിൽ ആശ്രയിച്ച് മുന്നേറുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.